തോറ്റ ഒരാളുടെ മോനായിട്ട് എൻ്റെ മക്കൾക്ക് ജീവിക്കാം, പക്ഷേ ക്വിറ്റ് ചെയ്ത ഒരാളുടെ മോനായിട്ട് അറിയപ്പെടാൻ പാടില്ല. ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും, ചില ആൾക്കാർ പിരിഞ്ഞു പോകാൻ ശ്രമിക്കും. ക്വിറ്റ് ചെയ്യണം, നിർത്തിപ്പോകണം, എല്ലാം ഉപേക്ഷിക്കണം, ഇതൊന്നും അല്ല എൻ്റെ വഴി എന്നൊക്കെ തോന്നി ഒരുപാട് പേരിങ്ങനെ ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോകുന്നവർ. നമുക്ക് ആ ഡ്രീം വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടല്ലോ. അതാണ് ഈ നേരത്തെ പറഞ്ഞ നമ്മൾ സ്ട്രക്കായിട്ടിരിക്കുന്ന അവസ്ഥ. ഞാൻ പിടിച്ചു നിന്നത് തോറ്റ ഒരാളുടെ മോനായിട്ട് എൻ്റെ മക്കൾക്ക് ജീവിക്കാം, പക്ഷേ ക്വിറ്റ് ചെയ്ത ഒരാളുടെ മോനായിട്ട് അറിയപ്പെടാൻ പാടില്ല. എൻ്റെ ജീവിതം ഉപേക്ഷിക്കാൻ ആർക്കും പറ്റും, പക്ഷേ ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അത് കാലിബറുള്ളവർക്കേ പറ്റുള്ളൂ. ഉപേക്ഷിക്കാൻ ആർക്കും പറ്റും. ഒരു ആദ്യത്തെ ചലഞ്ച് വരുമ്പോൾ ഉപേക്ഷിക്കാനും. ബൈബിളിലൊരു സ്റ്റോറിയുണ്ട് മോസസിൻ്റെ. ദൈവം ആ കടലിൽ അവിടെ കൊണ്ട് നിർത്തിയിട്ടാണ് മോസസിന് വഴി തുറന്നു കൊടുത്തത്. അല്ലാതെ മോസസ് വന്നപ്പോൾ വഴി തുറന്നിരിക്കുകയല്ല. അത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആ ഡ്രീമിലുള്ള നമ്മുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. വൺസ് അവിടെ ചെന്ന് നമ്മുടെ കാല് വെള്ളത്തിൽ തൊടുമ്പോൾ വഴി തുറക്കുക. അത് മാജിക്കലായിട്ട് തോന്നും. മാജിക്കലല്ല, യു വർക്ക് ഫോർ ഇറ്റ്. നമ്മൾ വർക്ക് ചെയ്യുക. അതിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്തിടത്തുനിന്ന് വഴികൾ തുറന്നു തരും.